അപ്പോ അങ്ങനെയാണ് നീ ഇവിടെ എത്തിയത്. അല്ല, നീ എന്തിനാ ഇവിടെ തന്നെ വന്നത്? ഇത്രയും സൈക്കിൾ കണ്ടിട്ട് കയറിയതാ. പറമ്പിൽ ആനയെ കണ്ട് കയറിയതാണെന്ന് ചില പിള്ളേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ സൈക്കിള് കണ്ട് കയറിയതാണെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. നീ ആരടാ, സൈക്കിൾ ജാക്സനോ? തുടരൂ. അപ്പോ ഇനി എന്താ നിന്റെ പരിപാടി? എങ്ങോട്ട് പോകും? നീ വല്ല ഭക്ഷണം കഴിച്ചായിരുന്നോ? അല്ല, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നേ. നീ ഭക്ഷണം വല്ലതും കഴിച്ചോടാ? അവിടെ റിപ്പയറിന് കൊണ്ടുവരുന്ന സൈക്കിൾ ഒന്നും പിന്നെ ആരും തിരിച്ചു കൊണ്ടുപോകാറില്ലേ? അല്ല, സൈക്കിള് കണ്ടിട്ട് ഞാൻ എടാ മണ്ട, ഇതിപ്പോ വലിയ സൈക്കിൾ വർക്ക്ഷോപ്പ് ഒന്നും അല്ല. പുറമേ നോക്കിയാൽ അങ്ങനെയൊക്കെ തോന്നും, പക്ഷെ അകത്തുനിന്ന് പുറത്തേക്ക് നോക്കിയാൽ ഇത് തമിഴ്നാടാണ്. അതിവിശാലമായ തമിഴ്നാട്. തമിഴ്നാടോ? അതേടാ, തമിഴ്നാട്. ഈ ഇരിക്കുന്നതെല്ലാം ഞാനും ഇവനും ബോസേട്ടനും കൂടി നൈസായിട്ട് അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന സൈക്കിളുകളാ. കട്ടുകൊണ്ട് വന്നതാ? അല്ല, ചവിട്ടിക്കൊണ്ട് വന്നതാ. ഇവൻ ഏതടാ, പറഞ്ഞാലും മനസ്സിലാവൂല. എടാ പൊട്ട, എല്ലാ മാസവും തമിഴ്നാട്ടിൽ നിന്ന് ഒരു ടെമ്പോ വരും. അതിലിതെല്ലാം കൂടി കയറ്റിവിടും. ഒരു സൈക്കിളിന് 400 രൂപ കിട്ടും. 4000 rupees. പയ്യെ പയ്യെ എനിക്കെല്ലാം മനസ്സിലായി ഞാൻ എവിടെയാ വന്ന് പെട്ടിരിക്കുന്നതെന്ന്. ഹലോ ഹലോ, നീ എന്താടാ ആലോചിക്കുന്നേ? ഒന്നുമില്ല. എടാ അപ്പൊ നീ നാളെ തന്നെ സ്ഥലം വിടുകയല്ലേ? ഇല്ലടാ, ഞാനിവിടെ നിങ്ങളുടെ കൂടെ നിന്നോളാം. ഇവിടെ നിന്നാ കൊറേ സൈക്കിള് ചവിട്ടാൻ പറ്റില്ലേടാ. ഇന്ന് ലൂയി പാസ്റ്റർ ദിനം. പേപ്പട്ടി വിഷബാധ വായനശാല എന്നിട്ട് വന്നതാ, മോട്ടിക്കാൻ വന്നല്ല. പൊയ്ക്കോ. ഗുഡ്, നല്ല അനുസരണം. അല്ല, ബോസേട്ടന്റെ പ്ലാൻ എവിടെയാ പാളിയത്? ശവത്തിൽ കുത്താതറാ തെണ്ടികള്. വേറെ എവിടെ ഒരു പോറല് പോലും ഇല്ല. വൃത്തികെട്ട പട്ടി. ഒറ്റക്കടിക്ക് എന്റെ മതം മാറ്റി കളഞ്ഞില്ലേ? എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ? അല്ല ബോസേട്ടാ, എന്താണ് സംഭവിച്ചത്? നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല? നിനക്കൊന്നും മനസ്സിലായില്ല? ഇല്ല. ആ വീട്ടിൽ നിന്നിരുന്നത് ഒരു പെൺപട്ടി. അതിനെ വശീകരിക്കാൻ നമ്മൾ കൊണ്ടുചെന്നതും ഒരു പെൺപട്ടി. തൽക്കാലം അത്രയും മനസ്സിലാക്കിയാൽ മതി. എടാ, ഞങ്ങളുടെ കൂടെ കൂടിയിട്ട് നിന്റെ ആദ്യത്തെ സൈക്കിള് മോഷണ. പട്ടി അടിച്ച് കിടക്കുന്നുണ്ടല്ലടാ. ഇല്ല, ബോസേട്ടനും വന്നാനെ നമ്മുടെ ഒപ്പം. അപ്പൊ എല്ലാം ബോസേട്ടൻ പറഞ്ഞ പോലെ ആദ്യം നീ പോണം. നീ പേടിക്കണ്ട, ഞങ്ങളില്ലേ കൂടെ. നീ ചെല്ലേ. ചെല്ല്. ചെല്ലടാ. ചെല്ലടാ. ഞാൻ